നമസ്തേ. പ്രാർത്ഥനാർത്ഥേ ഭാവവാചക ക്രിയാപദങ്ങൾ. അതിന് നമ്മൾ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ചലതു, പശ്യതു, ക്രീഡതു, ലിഖതു. അപ്പം അതിൻ്റെയും നമ്മൾ 3 പുരുഷന്മാരെ കണ്ടു. ഉത്തമ പുരുഷ, മധ്യമ പുരുഷ, പ്രഥമ പുരുഷ. അതിൻ്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. 3 പുരുഷന്മാരിലും 3 വചനങ്ങളിലുമുള്ള പദങ്ങൾ. ചലതു, ചലതാം, ചലന്തു, ചല, ചലതം, ചലത, ചലാനി, ചലാവ, ചലാമ. വർത്തമാനകാലത്തിൽ ചലാവഹ എന്നായിരുന്നു, ചലാമഹ. അപ്പം അതിൻ്റെ വിസർഗം എടുത്ത് മാറ്റിയാൽ മതി. ചലാവ, ചലാമ. അപ്പം ഇവിടെ എന്താണ്? ത്വം, യുവാം, യൂയം. ത്വം ചല, ത്വം ഭജ. നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ഭജ, ലിഖ. അപ്പം അവിടെ ആ ഒന്നുമില്ല, തു ഇല്ല, തം ഇല്ല, താ ഇല്ല, ഒന്നുമില്ല എങ്കിൽ അത് മധ്യമ പുരുഷ ത്വം എന്ന ഇതിൻ്റെ ക്രിയാപദമാണ് എന്ന് മനസ്സിലാക്കാം നമുക്ക്. അഹം ചലാനി, ആവാം ചലാവ, വയം ചലാമ. ത്വം ചല, യുവാം ചലതം, യൂയം ചലത. ഇത് പിന്നെ പ്രഥമ പുരുഷ എന്ത് വേണമെങ്കിലും ചേർക്കാം. ബാലഹ ചലതു, ബാലൗ ചലതാം, ബാലാഹ ചലന്തു. അതുപോലെ ക്രീഡധാതു വെച്ചിട്ട് ക്രീഡതു, ക്രീഡതാം. ഇത് തു, താം, അന്തു, ത, ഇവിടെ തം, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ആനി, ആവ, ആമ. ഇപ്പം ക്രീഡ് കൂടി ചേർക്കുമ്പോൾ ക്രീഡ തു, ക്രീഡ താം, ക്രീഡന്തു, ചലതു. ക്രീഡ, ക്രീഡ വെച്ചിട്ട് ഒന്നും ചേർക്കണ്ട. ക്രീഡ, ക്രീഡ, ക്രീഡ തം, ക്രീഡ ത, ക്രീഡ ത, ക്രീഡാ നി, ക്രീഡാവ, ക്രീഡാമ. വസ എടുക്കുകയാണെങ്കിൽ വസ തു, വസ താം, വസ തു, വസ, വസതം, വസത, വസാനി, വസാവ, വസാമ. ധാവ, ധാവ തു, ധാവ താം, ധാവ താം, ധാവന്തു, ധാവ തം, ധാവതം, ധാവത, ധാവാനി, ധാവാവ, ധാവാമ. പിന്നെ ഇതിലെ ഒരു സംഭാഷണം കേൾക്കാം. കുടുംബജനാഹ, കുടുംബത്തിലുള്ള ജനങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? മാത, രാധേ, പുനീത, പുനീത എന്ന പേര്, പുനീതഃ, രാധ. രാധേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പുനീതഃ, രാമഃ എന്ന ശബ്ദത്തിൻ്റെ സംബോധന പ്രഥമ എന്താണ് വരുന്നത്? വിസർഗമാണ്. ഹേ രാമ. അതുപോലെ പുനീതഃ എന്നുള്ളത് പുനീത, ഹേ പുനീത. ശീഘ്രം ഉത്തിഷ്ഠതാം, 2 പേരാണല്ലോ അല്ലേ? ശീഘ്രം ഉത്തിഷ്ഠതാം, എഴുന്നേറ്റാലും. എന്തുകൊണ്ട് ഉത്തിഷ്ഠതാം വന്നു? 2 പേരാണല്ലോ. രാധേ, പുനീത. ശീഘ്രം ഉത്തിഷ്ഠതാം. അപ്പം രാധ ചോദിക്കുകയാണ്, അംബ കിമർത്ഥം ശീഘ്രം? എന്തുകൊണ്ടാണ് വേഗം എണീക്കണം? അദ്യ രവിവാസരഃ ഖലു. അദ്യ, ഇന്ന് രവിവാസരമാണല്ലോ, ഞായറാഴ്ചയാണല്ലോ. അപ്പം മാത ശീഘ്രം ദന്തധാവനം. ദന്തധാവനം എന്ന് വെച്ചാൽ പല്ല് തേക്ക, അതിനാണ് ദന്തധാവനം. കുരു താം, കുരുത്താം. എന്തുകൊണ്ട് താം വന്നു? 2 പേര്, രാധാവുമുണ്ട് പുനീതുണ്ട്. ശീഘ്രം ദന്തധാവനം കുരുതാം, സ്നാനമപി സമാപയതാം. താം 2 പേര്. സ്നാനമപി സമാപയതാം, സ്നാനവും സമാപിച്ചാലും. എന്തിനാണ് ഇത്രയും വേഗം? അദ്യ ജനകസ്യ ജന്മദിനം. അദ്യ, ഇന്ന് ജനകന്റെ, അച്ഛൻ്റെ ജന്മദിനം. അപ്പോൾ പുനീതഃ ചോദിക്കണം, അംബ
കഹ ഉപഹാരഃ, എന്താണ് സമ്മാനം? മാതാ അദ്യ ഉപാഹാരഃ അനന്തരം പ്രഥമം സർവേ ദേവാലയം ഗച്ഛാമ. എല്ലാവരും ആദ്യം അദ്യ ഉപാഹാരഃ അനന്തരം, പിന്നീട് നമുക്ക് നോക്കാം. അത് പ്രഥമം സർവേ ദേവാലയം ഗച്ഛാമ. ഗച്ഛാമ ഉണ്ടോ? ഗച്ഛാമ. വയം ഗച്ഛാമ, നമ്മളെല്ലാവരും പോകാം. എവിടെ പോകാം? ദേവാലയം. ദേവാലയം ആദ്യം പ്രഥമം സർവേ ദേവാലയം ഗച്ഛാമ. ഇപ്പോൾ പുനീതഃ ചോദിക്കുകയാണ്, അംബ ഉഷ്ണം ജലം സജ്ജീകരോതു. ഉഷ്ണം ജലം, ചൂടുവെള്ളം, സജ്ജീകരോതു. ഭവതി കരോതു, അംബ കരോതു. അഹം സ്നാനം കരോമി. അഹം ഞാൻ സ്നാനം ചെയ്യാം. പിത നളിനി ക്ഷീരാർത്ഥം പാത്രം ആനയതു. ക്ഷീരാർത്ഥം പാലിന് വേണ്ടി പാത്രം ആനയതു കൊണ്ടുവന്നാലും, ആനയതു കൊണ്ടുവന്നാലും. ശീഘ്രം കാഫി കരോതു. ശീഘ്രം കാഫി കരോതു ഉണ്ടാക്കിയാലും ചെയ്താലും. മാത ഭോ വാർത്താപത്രികാം അനന്തരം പഠതു. വാർത്താപത്രിക അനന്തരം പഠതു, പിന്നീട് പഠിക്കൂ. പഠതു. ശീഘ്രം സിദ്ധഃ ഭവതു, വേഗം റെഡി ആയാലും. സിദ്ധഃ ഭവതു, റെഡി ആയാലും. നമ്മൾ പറയില്ലേ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തിരക്കുള്ള സമയത്ത്, അതൊക്കെ പിന്നീടാവാം. രാധ അംബ മഹതി ബുഭുക്ഷ ക്ഷീരം ദദാതു. നല്ല വിശപ്പാണ്, അതുകൊണ്ട് ക്ഷീരം ദദാതു, തു പാല് തന്നാലും. മാത വത്സേ ക്ഷീരം സ്വീകുരു. ക്ഷീരം സ്വീകുരു. ത്വം സ്വീകുരു. കണ്ടോ, ഒന്നും ആയി കഴിഞ്ഞിട്ടൊന്നുമില്ല. സ്വീകുരുത, കുരുതം, കുരു ഒന്നുമില്ല. എന്തുകൊണ്ട്? ത്വം സ്വീകുരു, സ്വീകരിച്ചാലും. എന്ത്? ക്ഷീരം. തദനന്തരം നൂതന വസ്ത്രം ധര. നടുവില് ചല പോലെ ധര. ത്വം നൂതന വസ്ത്രം ധര, ധരിച്ചാലും. പുനീതഃ അംബ മമ അപ്പി നൂതന വസ്ത്രം ദദാതു. ഇപ്പം രാധയ്ക്ക് മാത്രമല്ല കൂടെ, എനിക്ക് വേണ്ടേ? അപ്പം അംബ എനിക്കും, മമ അപ്പി എനിക്കും നൂതന വസ്ത്രം ദദാതു. ഇപ്പം പിത നളിനി പൂജാർത്ഥം സർവം സ്വീകരോതു. പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ദാ സ്വീകരിച്ചാലും. ഗച്ഛാമ വാ വയം, എല്ലാവരും പോകാമല്ലോ. ഇപ്പം മാത പുനീത രാധേ ദ്വൗ അപി ദേവം നമസ്കുരുതാം. ദ്വൗ അപി രണ്ടുപേരും ദേവം ദേവനെ നമസ്കുരുതാം നമസ്കരിച്ചാലും. ആഗച്ഛതു ആവാം തത്ര ഗച്ഛാവ. ആഗച്ഛതു ആവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേര്. ഗച്ഛാവ ആവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ വിളിക്കുകയാണ്, പത്നി പതിയെ വിളിക്കുകയാണ്, വരൂ നമുക്ക് രണ്ടുപേർക്കും പോകാം. രാധ താത്ത ഘണ്ട ഉപരി അസ്തി. അച്ഛാ ഘണ്ട, ആ മണി ഉപരി അസ്തി, മുകളിലാണ്. അഹം കഥം വാദയാമി, ഞാൻ എങ്ങനെയാണ്, കഥം അടിക്കും, വാദയാമി. പുനീതഃ കിഞ്ചിത് കൂർദനം കുരു. കൂർദനം വെച്ചാൽ മുകളിലിരുന്ന് ചാടും. ചാടി കഴിഞ്ഞാലോ അതിൽ പിടിക്കാമല്ലോ മണിയെ. അപ്പോൾ മാത പുനീത ത്വം ചേഷ്ട മാ കുരു. നീ അവളെ കളിയാക്കരുത്, ചേഷ്ട ചെയ്യരുത് എന്ന് നമ്മൾ പറയുമല്ലോ. ചേഷ്ട മാ കുരു, ചെയ്യരുത്. സാ രോദിതി, അവൾ കരയും. പിത ഭോ അർച്ചക ഏകാം അർച്ചനാം കരോതു. അല്ലയോ അർച്ചക, ഒരു അർച്ചന ചെയ്താലും. കരോതു കരോതു ചലതു കരോതു. മാത ഭവാനേവ പ്രസാദം സ്വീകരോതു. അങ്ങ് തന്നെ പ്രസാദം, ഭവാനേവ അങ്ങ് തന്നെ പ്രസാദം സ്വീകരിച്ചാലും. പിത പൂജ സമാപ്ത ആഗച്ഛന്തു ഗച്ഛാമ. പൂജ സമാപിച്ചു, ആഗച്ഛന്തു. വയം ഗച്ഛാമ, ചലാമ എഴുതിയിട്ടില്ലേ, അതുപോലെ വയം ഗച്ഛാമ, നമുക്ക് പോകാം. ഇതാണ് ഒരു സംഭാഷണം. ഇതിൽ നമ്മളിവിടെ കണ്ട ഈ പ്രാർത്ഥനാർത്ഥയുള്ള പദങ്ങളാണ്, ക്രിയാപദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.